നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അഖിൽ മാരാറില്ലേ, നമ്മുടെ അഖിൽ മാരാർ എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന അഖിൽ കോട്ടാത്തല, മുൻ ബിഗ് ബോസ് വിന്നർ, സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം പോപ്പുലറാണ്, എല്ലാ കേസും കയറി പിടിക്കുന്നതാണ്. അദ്ദേഹത്തെ ആരെങ്കിലും വിമർശിച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിലിരിക്കുന്നവരെ വരെ ചീത്ത വിളിക്കുന്ന ഒരാളാണ് കമൻറ്റ് ബോക്സിൽ. അപ്പം അദ്ദേഹം നമ്മുടെ നടിയെ ആക്രമിച്ച കേസിൻ്റെ വിധി വന്ന സമയത്ത് ദിലീപിനെ അനുകൂലിച്ചുകൊണ്ട് ഒരു നെടുനീളം പോസ്റ്റ് ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരു പോയിൻ്റ് നമ്മൾ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട് കാര്യം. അതിലൊരു പോയിൻ്റ് എന്ന് പറയുന്നത്, ശരി ദിലീപിനെ സപ്പോർട്ട് ചെയ്തോട്ടെ, അതൊന്നും ഒരു വിഷയമല്ല. പക്ഷേ പുള്ളിക്കാരൻ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ വാഹനത്തിൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു സംഭവം നടക്കാനുള്ള യാതൊരു ചാൻസും ഇല്ല, നിങ്ങൾ വേണേൽ ഡെമോ ചെയ്ത് കാണിച്ചോ എന്നൊക്കെ വന്നിട്ട് വലിയൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പോസ്റ്റിൻ്റെ ആ ഒരു പോയിൻ്റ് മാത്രം ഞാൻ നിങ്ങളൊന്ന് വായിച്ച് കേൾപ്പിക്കാം. എന്നിട്ട് അതിന് ശേഷം ഒരു കാര്യം പറയാനുണ്ട്. അതുകൊണ്ട് നമുക്ക് ആദ്യം ആ ഒരു പോയിൻ്റ് ഒന്ന് വായിച്ച് കേൾക്കാം. ഓക്കെ. നടിയെ പീഡിപ്പിച്ചത് XUV 500 എന്ന കാറിൽ വെച്ചാണ്. ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കാറിൻ്റെ പിൻ സീറ്റിൽ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേണ്ട, ഇപ്പോൾ തന്നെ കാറിൻ്റെ പിന്നിൽ ഇരയെ പിന്തുണയ്ക്കുന്ന നിങ്ങൾ ഒരു സ്ത്രീയാണെങ്കിൽ ഭർത്താവിനെ ഒപ്പം കൂട്ടുക, പുരുഷനാണെങ്കിൽ ഭാര്യയെ ഒപ്പം കൂട്ടുക, എന്നിട്ട് പീഡനത്തിൻ്റെ ഡെമോ ഒന്ന് ശ്രമിക്കുക. ഏത് തരം പീഡനം ആ ചുരുങ്ങിയ സ്ഥലത്ത് സാധ്യമാകുമെന്ന് നിങ്ങൾക്ക് സ്വയം ബോധ്യപ്പെടുക. അതോടൊപ്പം ഒരു മൊബൈൽ അതൊന്ന് പകർത്താൻ വേണ്ടി ശ്രമിക്കുക. രാത്രിയിൽ എത്ര വെളിച്ചം 2017 ഒരു മൊബൈൽ ക്യാമറയിൽ ഉണ്ടാകുമെന്ന് നിങ്ങൾ നോക്കുക. പീഡനത്തിന് വിധേയമാകുമ്പോൾ നിങ്ങൾ രക്ഷപ്പെടാൻ ഡ്രൈവറെ ഉപദ്രവിക്കാൻ ശ്രമിക്കുക. ഡ്രൈവറുടെ സ്റ്റിയറിംഗ് തട്ടിയാൽ വാഹനം അപകടത്തിൽ പെടുമോ എന്ന് ചിന്തിക്കുക. അതുകൊണ്ട് നടിയെ ക്രൂരമായി ഉപദ്രവിച്ചു ദൃശ്യം പകർത്താൻ ശ്രമിച്ചതാവാനാണ് സാധ്യത. അതുകൊണ്ട് തന്നെയാണ് കോടതി സുനിയെ ഉൾപ്പെടെ ശിക്ഷിക്കാൻ കാരണമായത്. ഇനി സ്വയം ചിന്തിക്കുക, ഇത്രയും വിവരം കെട്ട ഒരു പ്ലാനിങ് 1.5 കോടി കൊടുത്ത് ദിലീപ് ചെയ്യുമോ? ബുദ്ധിയുള്ള ദിലീപിന് ഇത് കാര്യം റിസ്ക് ഇല്ലാതെ നടപ്പിലാക്കാൻ ശ്രമിച്ചാൽ പോരെ. അതായത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും ബിഗ് ബോസ് വിന്നറുമായിട്ടുള്ള അഖിൽ മാരാർ എന്നറിയപ്പെടുന്ന അഖിൽ കോട്ടാത്തല, പ്രമുഖ സിനിമയുടെ സംവിധായകനായിട്ടുള്ള അഖിൽ മാരാർ പറയുകയാണ്, ഡെമോ ചെയ്തു നോക്കാൻ. അതായത് കാറിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇങ്ങനൊരു പീഡനം സാധ്യമേ അല്ല. അതൊന്ന് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ള പെണ്ണുങ്ങളെ വെച്ചിട്ട് ഒന്ന് ഡെമോ ചെയ്ത് നോക്കാൻ വേണ്ടി പറയുകയാണ്. സംവിധായകനാണല്ലോ, അപ്പം ഇദ്ദേഹം ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷനായിട്ട് പിന്നീട് വന്നിട്ടുണ്ടായിരുന്നു. സിനിമകളിലൊക്കെ, പണ്ടത്തെ സിനിമകളിലൊക്കെ, CBI സിനിമകളിലൊക്കെ ഇങ്ങനെ കാണാറുണ്ട്. അപ്പോൾ അതുപോലെ ചെയ്തു നോക്കണം. അതായത് ഒരു പീഡനം, ഒരു കൊലപാതകം, അങ്ങനത്തെ പരിപാടിയൊന്നുമല്ല, ഒരു പീഡനം നടന്ന സംഭവം ഇതേപോലെ ഡെമോ കാണിക്കാനാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഇദ്ദേഹത്തിൻ്റെ അറിയപ്പെടുന്ന ആരെങ്കിലും, അല്ലെങ്കിൽ ഇദ്ദേഹത്തിനുമായിട്ട് ബന്ധപ്പെട്ട ആർക്കെങ്കിലും ഇതേപോലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ഇദ്ദേഹം ഫസ്റ്റ് ഇതേപോലെ ഡെമോ ചെയ്ത് നോക്കലാണെന്ന് തോന്നുന്നു. അപ്പം ഇപ്പം, അതായത് ഇതിപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഇതെല്ലാം കഴിഞ്ഞ സംഭവമല്ലേ, കുറേ ആയല്ല ഇത്, ഇപ്പോഴും ഈ സാധനം പൊക്കിക്കൊണ്ട് എന്തിനാടാ വന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, ഇതിപ്പോൾ ഞാൻ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കുറച്ച് ദിവസമായി ഒരു പേപ്പർ കട്ടിങ് കണ്ടു. അതായത് ഒരു വാർത്ത കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വാർത്ത എന്ന് പറയുന്നത് ഇദ്ദേഹം പറഞ്ഞ, അതായത് ഈ പറയുന്ന അഖിൽ മാരാർ പറഞ്ഞിട്ടുള്ള ഈ ഒരു അസംബന്ധവുമായിട്ട് ബന്ധമുള്ള ഒരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് മാസങ്ങൾ കഴിഞ്ഞിട്ടും ഞാനിപ്പം ഈ ഒരു സാധനം എടുത്തിട്ട് വന്നത്. അതായത് ഈ ഒരു വാർത്ത ഇപ്പം ഞാൻ പറയാൻ വേണ്ടി പോകുന്ന, അല്ലെങ്കിൽ വായിക്കാൻ വേണ്ടി പോകുന്ന വാർത്ത എന്ന് പറയുന്നത് കുറച്ച് ദിവസമായിട്ട് വന്നിട്ടുള്ളൊരു വാർത്തയായിരുന്നു. ആ വാർത്ത നിങ്ങൾ കേട്ടിട്ട് ഈ അഖിൽ മാരാർ പറഞ്ഞിട്ടുള്ള സംഭവമായിട്ട് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. ഓക്കെ, അപ്പം എന്താണ് ആ വാർത്ത എന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഫരീദാബാദ് കൂട്ടബലാത്സംഗം, ഇതാണ് വാർത്തയുടെ ഹെഡിങ് ഉണ്ടായിരുന്നത്. അതിജീവിതം നേരിട്ട് ക്രൂര പീഡനം. ഓക്കെ, ഫരീദാബാദ്, ഹരിയാനയിലെ ഗുരുഗ്രാമിൽ ഓടുന്ന വാനിൽ കൂട്ടബലാത്സംഗത്തിനിരയാക്കി റോഡിൽ വലിച്ചെറിയപ്പെട്ട യുവതി നേരിട്ടത് ക്രൂരപീഡനം. ഫരീദാബാദിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള 25-കാരി അപകടനില തരണം ചെയ്തെങ്കിലും ആരോഗ്യസ്ഥിതി ഗുരുതരമാണെന്ന് മെഡിക്കൽ ബോർഡ് അറിയിച്ചു. അതിജീവിതയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. ഒരു കണ്ണ് പൂർണ്ണമായും തകർന്ന നിലയിലാണ്. മുഖത്തെ അസ്ഥികൾ പൊട്ടി ആഴത്തിൽ മുറിവുകളുണ്ട്. 20-ലധികം തുന്നിട്ടാണ് മുറിവുകൾ കൂട്ടിച്ചേർത്തത്. തലയ്ക്കും ഗുരുതര പരിക്കുണ്ട്. ഇത് ഓടുന്ന വാഹനത്തിൽ നിന്നും വലിച്ചെറിഞ്ഞപ്പോൾ സംഭവിച്ചതാണ്. തോളെല്ലും പൊട്ടി. പീഡനം ചെറുത്ത യുവതിയെ പ്രതികൾ ക്രൂരമായി മർദ്ദിച്ചു. ശബ്ദമുണ്ടാക്കിയ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി. അനുസരിക്കാതിരുന്നപ്പോൾ കത്തി ഉപയോഗിച്ച് ആക്രമിക്കുകയായിരുന്നു. തിങ്കളാഴ്ച രാത്രി 8:30 ഫരീദാബാദിലെ വീട്ടിൽ നിന്നും സുഹൃത്തിനെ കാണാനായി പോയ യുവതിയാണ് പീഡനത്തിനിരയായത്.
വാഹനം കാത്തുനിന്ന യുവതിക്ക് അർദ്ധരാത്രിയോടെ വാനിലെത്തിയ പ്രതികൾ ലിഫ്റ്റ് നൽകുകയായിരുന്നു. ശേഷം വഴിമാറ്റി വാഹനം ഓടിച്ച പ്രതികൾ യുവതിയെ കൂട്ടബലാത്സംഗം ചെയ്യുകയായിരുന്നു. ചൊവ്വാഴ്ച പുലർച്ചെ 3ഓടെ യുവതിയെ രാജചൗക്കിന് സമീപം റോഡിലേക്ക് വലിച്ചെറിഞ്ഞു. കടുത്ത തണുപ്പിൽ ഒറ്റപ്പെട്ടു പോയ ഇവർ സഹോദരിയെ സഹായത്തിന് വിളിക്കുകയും ബന്ധുക്കളെത്തി ആശുപത്രിയിൽ എത്തിക്കുകയുമായിരുന്നു. സഹോദരി നൽകിയ പരാതിയിലാണ് കേസെടുത്തത്. 25-നും 30-നും ഇടയിൽ പ്രായമുള്ള ഉത്തർപ്രദേശ്, മധ്യപ്രദേശ് സ്വദേശികളാണ് അറസ്റ്റിലായ പ്രതികൾ. പ്രതികൾ കുറ്റം സമ്മതിച്ചെങ്കിലും തെളിവെടുപ്പിന് ശേഷമേ പേര് പുറത്തുവിടുമെന്ന് പോലീസ് പറഞ്ഞു. അതായത് XUV 500-ൽ ഒരു പീഡനം സാധ്യമല്ല എന്ന് നമ്മുടെ ക്രിക്കറ്റ് താരവും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും ബിഗ് ബോസ് താരവുമായിട്ടുള്ള അഖിൽ മാരാർ കുത്തിക്കുറിച്ചതിന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു വാർത്ത വന്നത്. ഒരു വാനിൽ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചതിൻ്റെ ഈ ഒരു വാർത്ത. അപ്പം ഡെമോ ചെയ്ത് നോക്കേണ്ട ആവശ്യമുണ്ടോ കൂട്ടുകാരാ? തനിക്ക് വേണമെങ്കിൽ ഡെമോ ചെയ്ത് നോക്കാം. അപ്പം ഈ അഖിൽ മാരാർ അന്ന് ഡെമോ ചെയ്ത് നോക്കാൻ വേണ്ടി പറഞ്ഞത് എന്തുകൊണ്ടാണ്? അഖിൽ മാരാർ വിശ്വസിക്കുന്നത് ഇങ്ങനൊരു സംഭവം നടന്നിട്ടേ ഇല്ല, അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനെ രക്ഷിക്കാൻ വേണ്ടി. അങ്ങനെയാണല്ലോ പറയുന്നത്. അതായത് അദ്ദേഹത്തിൻ്റെ പ്രതിയായിട്ടുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ശിക്ഷിക്കാൻ വേണ്ടിയിട്ട് കരുതിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു കേസാണെന്നാണ് അന്ന് അഖിൽ മാരാർ പറഞ്ഞത്. ഓക്കെ, അപ്പം ഡെമോൻ്റെ ഒന്നും ആവശ്യമില്ല കൂട്ടുകാരാ. ഇങ്ങനെയും നടക്കും, പലതും നടക്കും. അപ്പം വായിക്ക് വരുന്നത് കോതയ്ക്ക് പാട്ടെന്നും പറഞ്ഞിട്ട് വന്ന് താളമടയ്ക്കുമ്പോൾ ഒന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് ചിന്തിക്കണം. ഈ അഖിൽ മാരാർ എന്ന് പറഞ്ഞ ആളുടെ ഡയലോഗ് അടിയിൽ പണ്ടെല്ലാം ഞാൻ കുറേ വീണിട്ടുള്ളതാണ്. എന്താ സൂപ്പറാണല്ലോ, കൊള്ളാമല്ലോ എന്നെല്ലാം വിചാരിച്ചിട്ട് നല്ല ഇതായിരുന്നു. പക്ഷെ പിന്നെ ആകുമ്പോഴത്തേനും ഇടയ്ക്കിടയ്ക്ക് ഇമാതിരി ഒരു സാധാരണക്കാരന് പോലും എന്താ പറയുക തോന്നാത്ത രീതിയിലുള്ള മണ്ടത്തരങ്ങൾ, അപ്പോൾ എന്നെപ്പോലുള്ള സാധാരണക്കാർക്ക് പോലും തോന്നാത്ത മണ്ടത്തരങ്ങൾ വരെ ഇത്രയും ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള, ഇത്രയും വായ്ത്താളം അടിക്കുന്ന, ഇത്രയും വാക്ചാതുര്യമുള്ള അഖിൽ കോട്ടാത്തലയ്ക്ക് എങ്ങനെ വരുന്നു എന്ന് എനിക്ക് പിടുത്തം കിട്ടുന്നില്ല. ഡെമോ ചെയ്ത് കാണിക്കാൻ എന്നാണ് പറയുന്നത്. അപ്പം കഴിഞ്ഞു പോയ അല്ലെങ്കിൽ മാസങ്ങൾക്ക് മുമ്പ് വന്നിട്ടുള്ള ഇയാളുടെ പോസ്റ്റിന് ഇപ്പോൾ ഇങ്ങനൊരു വീഡിയോ ഇടാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സംഭവം ഞാൻ കാണാനിടയായതുകൊണ്ടാണ്. ഇത് കണ്ടിട്ട് കുറച്ച് ദിവസങ്ങളായി, പക്ഷേ ചില സാങ്കേതിക ബുദ്ധിമുട്ടുകൾ കാരണം, മാത്രമല്ല നമ്മുടെ അണ്ണൻ CCL പോലുള്ള, അതായത് IPLൻ്റെ തോളോട് തോൾ ചേർന്നിരിക്കുന്ന പരിപാടിക്ക് വേണ്ടിയിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള പരിശീലനത്തിലും പിന്നെ പ്രകടനത്തിന് വേണ്ടി, അതായത് ഈ മത്സരങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള യാത്രകളിലൊക്കെ ആയതുകൊണ്ട് അങ്ങനെ അങ്ങോട്ട് വീഡിയോ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല അദ്ദേഹത്തിനെതിരെ. അദ്ദേഹം ഇങ്ങനെ നടക്കുമല്ലേ. അപ്പോൾ അദ്ദേഹം IPLന് വേണ്ടിയിട്ടും CCLന് വേണ്ടിയിട്ടെല്ലാം കളിക്കട്ടെ. അദ്ദേഹം കുറേ നാളുകളായിട്ട് പരിശീലിച്ച് അവസാനം ഒരു കളി പോലും പുള്ളിക്കാരനെ കിട്ടില്ല. ഫീൽഡിങ്ങിലാണെങ്കിൽ നല്ല കിടിലൻ ഫീൽഡിങ് ആയിരുന്നു. ക്യാച്ചൊക്കെ വിടുന്ന സ്വാഭാവികമാണ്, പക്ഷേ എന്നാലും ഇങ്ങനെയൊക്കെ വിടുകയെന്ന് പറഞ്ഞാൽ കുറച്ച് മോശമാണ്. ഓക്കെ, അത് നമ്മുടെ വിഷയമല്ല. പക്ഷെ നമ്മളിപ്പം വന്നത് ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടായിരുന്നു, ഈ ഒരു സംഭവം പറയാൻ വേണ്ടിയിട്ടായിരുന്നു, ഈ ഒരു ഒറ്റ പോയിൻ്റ് പറയാൻ വേണ്ടിയിട്ടായിരുന്നു. അതായത് വണ്ടിയിൽ വെച്ചിട്ട് ഇങ്ങനെ നടക്കൂല എന്ന് പറഞ്ഞിട്ടുള്ള ഇയാളുടെ ഈ ആരോപണം, അല്ലെങ്കിൽ ഇയാളുടെ ഈ ഒരു എന്താ പറയുക, ഞാനാണ് എന്നുള്ളൊരു ഭാവമില്ലേ, അതങ്ങനെയല്ല. ഏത് വണ്ടിയിലും എങ്ങനെയും ആരെയും ഉപദ്രവിക്കാൻ വേണ്ടി പറ്റും മോനെ. എന്തിനാണ് ഇങ്ങനെ കിടന്ന് മെഴുകുന്നത്? വേറെ എന്തെല്ലാം പറയാനുണ്ട്? ഓക്കെ, അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ ഇനി ഇതെല്ലാം കഴിഞ്ഞു പോയതല്ലേ, ഇനി ഇപ്പോൾ ഇതെടുത്തിട്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല എന്നുള്ള രീതിയിലൊന്നും വന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല. കണ്ടപ്പം പറയണം തോന്നി, അത്രയേ ഉള്ളൂ. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്നുള്ളത് നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ.